ഈ അടുത്ത കാലത്ത് ഒരു ആളെ പരിചയപ്പെട്ടു, ആര്യമഹർഷി എന്നാണ് ആളുടെ പേര്. കിഡ്നി ഫൗണ്ടേഷനിലേക്ക് ഒരു കിഡ്നി ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അവരെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോ 16 വർഷം കഴിഞ്ഞില്ലേ, നമ്മുടെ ഫെഡറേഷന്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിരത്തി ഫോട്ടോകൾ കാണാം നിങ്ങൾക്ക്. അവരൊക്കെ തുടക്കത്തില് എനിക്ക് ശേഷം കൊച്ചോസപ്പേട്ടനെ വിളിക്കുന്നു, ഞാൻ കൊടുക്കാന്ന് പറയുന്നു. അങ്ങനെ കൊടുത്തിട്ടുള്ള ബിഷപ്പ്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, ധാരാളം പേര്. ഇപ്പൊ നമ്മളത് അധികം നമ്മള് പ്രോത്സാഹിപ്പിക്കണില്ല. നമ്മൾ പറയുന്നത് മരണശേഷം നിങ്ങൾ കൊടുക്കും. മരണശേഷം കൊടുക്കുമ്പോൾ യാതൊരു പൈസയുടെ ഇടപാടും ഇല്ല, മനസ്സിലായോ? ഒരു വേദനയും ഇല്ല. അപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഒരു 10-15 പേര് ആരോഗ്യമുള്ളവരെടുത്തിട്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്ക് കൊടുക്കാതെ അത് തയ്യാറാവില്ല. ഇനി മരണശേഷം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പണ്ട് കാലത്ത് എനിക്ക് ശേഷം കുറെ ആൾക്കാർ, ഇപ്പൊ ഇത് ആര്യമഹർഷി, അതിനുശേഷം ആളുടെ വൈഫ്, അവിടുത്തെ ഒരു സ്റ്റാഫ്, അതൊക്കെ അവരുടെ ഓരോ ഇൻസ്പിറേഷനിൽ കൊടുക്കണതാ. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവില്ല. ആൾക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാരുണ്ടെന്ന് കരുതി അവരെയും തപ്പി നടക്കുക, അതുണ്ടാവില്ല. അതൊക്കെ ഒരു മോട്ടിവേഷനാണ്, അല്ലാതെ എന്നാ കുറെ ആൾക്കാർ അങ്ങനെ കൊടുക്കട്ടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് പറയുന്നത് ഇങ്ങനെ കൊടുത്താൽ പോലും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്റെ ഭാര്യ ഭർത്താവിന് കൊടുക്കണം, ഭർത്താവ് ഭാര്യക്ക് കൊടുക്കണം, മകൻ അച്ഛന് കൊടുക്കണം, അമ്മായിമ്മ മരുവൾക്ക് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തതാണ്. അല്ലാതെ എല്ലാവരും ഇങ്ങോട്ട് വരും, ഞങ്ങൾ കെട്ടിത്തരാം. ഇപ്പൊ ഒരു കോള് വന്നുള്ളത്, കോള് വെച്ചോളാം. ഞാൻ ഒരു ദിവസം 10-25 കോള് വരും. കിഡ്നി വേണച്ചാ, ചേട്ടാ നമ്മളാ പണിയില്ല. അപ്പൊ അത് നമ്മള് മനുഷ്യന്റെ ഇടയിലേ ഈ സ്നേഹം എന്ന് പറയുന്നതൊക്കെ മരിച്ചു പോവാണ്. രോഗം വന്ന പിന്നെ ആരും വേണ്ട. ഇപ്പൊ ഇവിടെ എൻ്റെ ഡയാലിസിസ് യൂണിറ്റിൽ വരുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് ആ പേഷ്യന്റിന്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവാണ്. അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും വിട്ടുപോയി ഈ ഒറ്റ കാരണം കൊണ്ട്. ഇത് ഒരെണ്ണമെന്നല്ല, നിറച്ച്. അതായത് നമ്മൾ ഇയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെലവാവുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ അവോയ്ഡ് ചെയ്യാം. മനുഷ്യൻ അത്രയും സെൽഫിഷായി കഴിഞ്ഞു. അതായത് എൻ്റെ അപ്പനിങ്ങനെ ചിരിച്ച് എൻ്റെ കാശ് മുഴുവൻ പോവും. ഈ ഭാര്യനെ ക്യാൻസർ എന്നും പറഞ്ഞ് എൻ്റെ വീടും വിറ്റു, ഞാനങ്ങനെ ജീവിക്കണ്ടേ? അപ്പൊ ആൾക്കാർ ശരി, അയാൾ പറഞ്ഞ ന്യായല്ലേ? ഈ കിഡ്നി ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് നമ്മൾ ഇനാഗ്രേഷൻ തുടങ്ങാൻ പോകണം. അതെ, അതിന്റെ അപ്പുറത്ത് നമുക്കൊരു പുതിയൊരു സംവിധാനം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഈ കിഡ്നി ഗ്രീൻ പാർക്കിന്റെ ഈ ഫെഡറേഷന്റെ ചുറ്റുപാടിൽ 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള അഗതി മന്ദിരങ്ങളുണ്ട്, പുവർ ഹോംസ്. അവർക്ക് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന അക്ഷയപാത്ര പദ്ധതി സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇവിടെ ബാംഗ്ലൂരുള്ള ഇസ്കോണിന്റെ ഒരു ഹരേ കൃഷ്ണ ടെമ്പിൾ ഉണ്ട്. അവരിപ്പോ ഇന്ത്യയിൽ 25 ലക്ഷം പേർക്ക് ഫുഡ് ഡെയിലി കൊടുക്കുന്നുണ്ട്. 25 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്, 25,000 അല്ലല്ല. കേരളത്തിൽ അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ അവര് വിളിച്ചു, ഞാൻ അവിടെ പോയി, ഞങ്ങൾ കണ്ടു, ഇവിടെ വന്ന് അവര് സംസാരിച്ചു, MOU സൈൻ ചെയ്ത് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ലീസിന് ഈ സ്ഥലം കൊടുക്കണം, അവർക്ക് 30 വർഷം ലീസിന് കൊടുക്കണം, ബാക്കി എല്ലാ എക്സ്പെൻസ് അവരെ ചെയ്യാം. അതിനോട് ഞാൻ അമേരിക്കയിൽ പോയിട്ട് അവരവിടെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാം ചെയ്യും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് സംസാരിക്കും. അപ്പോൾ ഒരു 5-6 കോടി രൂപയുടെ വലിയൊരു കിച്ചൺ ഇവിടെ വരാൻ പോവാണ്. അപ്പൊ ഈ ചുറ്റുപാടുള്ള അഗതി മന്ദിരങ്ങളിൽ ഒരു നേരം ഭക്ഷണം, ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം, സ്റ്റീം സ്റ്റെറിലൈസർ ആയിട്ടുള്ള പാത്രങ്ങളിൽ നല്ല ചൂടുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം 1 വർഷത്തിനുള്ളിൽ വരും. പക്ഷികളേനെ അല്ലെങ്കിൽ മൃഗങ്ങളേനെ ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അച്ഛൻ ആ FGയിൽ കണ്ടത്. അത് അച്ഛന്റെ ചെറുപ്പം മുതലുള്ള ഒരു. അതെ, ഞാന് പഠിക്കുന്ന കാലത്ത് തന്നെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ വീട്ടില് അവിടെ അണ്ണാന്, കിളികള്, മുയല്, ആട്, പശു, പന്നി, ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഉണ്ട്. അതിനുശേഷം അച്ഛനായതിനു ശേഷം ഞാൻ പോണിടത്തൊക്കെ ഈ കിളികളെ കൊണ്ടുവരും. കടം കൊണ്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വലിയ കൂട്ടിൽ എല്ലാത്തരം കിളികളുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ വിചാരം വെച്ചാൽ അവര് ഇവിടെ കൊത്തുകൂടില്ല. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ് അവരുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഈ കൂട്ടിലെ ആര് ചെന്ന് കഴിഞ്ഞാലും അവർ പറന്നു വരും. അവർക്ക് മനസ്സിലായി ഈ മനുഷ്യര് നമ്മളെ ദ്രോഹിക്കുന്നവരല്ല. എന്താണ് ഈ കാക്കയും പക്ഷിയും മൃഗങ്ങളൊക്കെ നമ്മളെ കാണുമ്പോൾ പറന്നു പോകുന്നത്? കാരണം അവരുടെ വിചാരം നമ്മളെ കൊല്ലാനോ വരുന്നവൻ, ഇവൻ കൊലയാളിയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ കൂട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ ആ കിളികളുടെ മനസ്സിൽ എഴുതി വെച്ചു, ഇവര് കൊല്ലാൻ വരുന്നതല്ല, സ്നേഹിക്കാൻ വരുന്നതാണ്. അപ്പൊ എല്ലാവരും പറന്നു വരും. തീറ്റില്ലെങ്കിൽ പോലും വെറുതെ നിന്ന് നമ്മുടെ നേരത്തെ വന്നിരിക്കും, തലേമ വന്നിരിക്കും. കാരണം ഇതായിരുന്നു പണ്ട് കാലത്ത് ലോകം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഇതുപോലെയായിരുന്നു. നമ്മളെ പേടി ഉണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേടി മനുഷ്യനാണ്. അമ്മയ്ക്ക് കിഴക്കം തുറക്കാൻ പറ്റില്ലെന്ന് കുട്ടീന്റെ അടുത്ത് പേടിയാണ്. ഈ ചക്ക എപ്പോഴും കുത്തിപോലും അറിയില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് പോലും പേടിയെന്ന്. പിന്നെയാണ് ആനയ്ക്ക് പേടിയില്ലാന്ന് പറയുന്നത്.
മൃഗങ്ങൾക്ക് തീർച്ചയായിട്ടും പേടിയാണ്, മനുഷ്യനെ പേടിയാണ്. ഒരു പാമ്പ് ഒരു വീട്ടിൽ കയറുണ്ടായി, വാടാനപ്പള്ളിയില്. പാമ്പ് കയറിയതിന് ശേഷം ആ വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു ആശയം ഉണ്ടാവുകയും ഉടലെടുക്കുകയൊക്കെ ചെയ്തു. ഒരു ദിവസം കേൾക്കാണ്, തൊട്ട് പള്ളിയുടെ ബാക്കിലുള്ള വീട്ടിലത്തെ പിള്ളേര്, അമ്മയും പിള്ളേരെല്ലാരും പുറത്തു വന്നിരിക്കുക. കാരണം ഒരു ഓല ഷെഡായിരുന്നു, അതിൽ പാമ്പ് കയറി. പാമ്പ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റണില്ല. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു നമുക്ക് അവർക്കൊന്ന് വീട്. ഇപ്പൊ ചില ആൾക്കാർ സിമെന്റ് സ്പോൺസർ ചെയ്തു, ചില ആൾക്കാർ കല്ല് സ്പോൺസർ ചെയ്തു. അപ്പോൾ ഈ മറ്റൊരു വീട് കൂടി വരുന്ന ഒരു മുസ്ലിം വീട്. ഇത് രണ്ടും ഒരു ഹിന്ദു ഒരു മുസ്ലിമാണ് കേട്ടോ. അപ്പോ 2 വീടുകളും പണിയാനായിട്ട് ആൾക്കാർ സ്പോൺസറായി. അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചു, കുറച്ച് കല്ലിതായോ, 2 ലോഡ് കല്ല്, 10 ചാക്ക് സിമെന്റ്. അങ്ങനെ ആ 2 വീട് ഇപ്പൊ അവർ 2 വീട്ടിൽ അവർ പണി താമസിക്കുന്നത്. തണ്ടിലും പള്ളിയിലച്ഛൻ ഇരിക്കുന്ന സമയത്ത് ഒരു പച്ചക്കറി കൃഷി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ആണെന്നും പറഞ്ഞ് അച്ഛൻ കുറച്ച് ഏക്കർ സ്ഥലത്ത് ആണ് കൃഷി നടത്തിയതൊക്കെ ഞാൻ FBയിൽ കാണുകയൊക്കെ ഉണ്ടായി. അവിടെ നല്ലൊരു പാടങ്ങളുണ്ട്. അപ്പൊ ഞാൻ അവരോട്, പാടമുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾ പാടം തരുമോ? പാടം എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ അതിൽ 10, 100, 150 ചാക്ക് വളമൊക്കെ ഇട്ട് പച്ചക്കറി നടത്തി കഴിഞ്ഞാൽ പിന്നത്തെ വർഷം നിങ്ങൾക്ക് നെല്ല് കോരി കയറ്റാൻ പറ്റും. അപ്പൊ അവർക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു 3.5 ഏക്കർ സ്ഥലം എടുത്തു. അവിടെ നമ്മുടെ തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, വെള്ളരി, കുക്കുംബർ, മത്തൻ, കുമ്പളം, പയറ്, മുളക്, ചോളം, സർവമാന സാധനങ്ങൾ അങ്ങോട്ട് കൃഷി. നമ്മളൊരു 10-20 പേരെ കൊണ്ട് 1000 രൂപ അവർ വാങ്ങിച്ചുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. ഒരു 2-3 ലക്ഷത്തോളം ചെലവായി. അപ്പോ ആ ഓണത്തിന്റെ സീസൺ, വിഷുവൊക്കെ വന്നപ്പോ നിറയെ കിട്ടുക്കണ് ഈ സാധനങ്ങൾ. അതേമാതിരി തന്നെ ഒരു ജോബിന്റെ ഒരു ഇത് കാണാൻ തുടങ്ങി. അത് വൈറ്റൽ ജോബ്. അതെന്തായി? അതും നമ്മുടെ വേലൂരിലുള്ള ഫ്രണ്ടാജ് കുറെ നാളത്തെ പരിശ്രമത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് നിങ്ങൾക്ക് ധാരാളം പേര് ജോലി ആവശ്യപ്പെട്ട് നടക്കുന്നവരുണ്ട്, ഇഷ്ടപ്രകാരം. പക്ഷെ അത് ജോലിക്കാരെ ആവശ്യമുള്ളവരുണ്ട്. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. ഇതിന്റെ ഇടയിൽ കുറെ ഏജൻസികളുണ്ട്. അപ്പൊ അതിന് കമ്മീഷൻ, ഇത് കമ്മീഷൻ ഒന്നും ഇല്ലാതെ ജോലി വേണ്ട ആളെ ജോലി കൊടുക്കാൻ ആൾക്കാരെ കൂട്ടുമുട്ടിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ വൈറ്റൽ ജോബ്സ്. അതിപ്പോ ദുബായിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പൈസ ഒന്നും വേണ്ട, നിങ്ങൾ ആ ഒരു ഫോം, നല്ല പ്രൊഫഷണൽ ഫോം ഉണ്ടാക്കണം, അത് ഞങ്ങൾ ഉണ്ടാക്കി തരും. അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ നേരിട്ട് വിളിക്കുന്നു. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. നിങ്ങൾ ജെന്യൂൻ ആണെങ്കിൽ അവർക്ക് ജോലി കിട്ടും. കാരണം ഇതൊക്കെ ഈ സമൂഹത്തിന്റെ നീഡുകളാണ്. ഇതെല്ലാം ഇപ്പൊ വിശപ്പ് സമൂഹത്തിന്റെ നീഡാണ്. വസ്ത്രമില്ല, അതൊരു നീഡാണ്. ഇനിയിപ്പോ ഈ പറഞ്ഞത് ജോലിയില്ല, അതൊരു നീഡാണ്. ഈ മനുഷ്യന്റെ ഓരോ ആവശ്യങ്ങളും നമ്മളതൊന്നും അന്വേഷിക്കില്ല. ഞാൻ എൻ്റെ ആവശ്യം മാത്രം നോക്കി ജീവിക്കുക. നമ്മളിപ്പോ ഈ നെഗറ്റീവായിട്ട് എല്ലാം പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അവസാനം വരാൻ പോണത് നിങ്ങൾ പറഞ്ഞ ഒരു കല്ലെറിഞ്ഞാൽ ആ കല്ല് തിരിച്ചു വരുന്നുള്ളത് മറ്റേ ആൾ പറഞ്ഞിട്ടില്ല, ഐസക് പറഞ്ഞിട്ടുണ്ട്, ന്യൂട്ടൻ. വരും. അപ്പൊ നിങ്ങൾ എന്ത് നെഗറ്റീവ് പറഞ്ഞോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞോ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും. ഒരു എപ്പിസോഡിലോ 2 എപ്പിസോഡിലോ അല്ലെങ്കിൽ 3 എപ്പിസോഡിലോ ഒന്നും തീരാത്ത അത്ര കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും പകരുന്നതായി തീരട്ടെ. ഇപ്പോൾ ഫ്രാൻസിസ് മുണ്ടൂരിൻ്റെ ഈ ഒരു പരിശ്രമം ഈ സമൂഹത്തിൽ കുറേ പോസിറ്റീവ് എനർജി നൽകാനായിട്ട് കാരണമായി തീരട്ടെ. അപ്പോൾ ബെസ്റ്റ് വിഷസ്.